ഹലോ, ഞാൻ ഇന്നുണ്ടാക്കുന്നത് അരിപ്പപ്പടമാണ്. ഇത് കണ്ടു, അരിപ്പപ്പടം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതിനി നമ്മളിപ്പോൾ രാവിലെ കൊണ്ടുപോയി വെയിലത്തിട്ടാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ഉണങ്ങി കിട്ടും കേട്ടോ. ഇതാണിപ്പോൾ അതിൻ്റെ മാവ്. ഇതാണിപ്പോൾ അതിൻ്റെ മാവിൻ്റെ പരുവം കേട്ടോ. ഇത് ഒരു ഗ്ലാസ് അരിക്ക് ഒരു പച്ചമുളകും ഒരു കരിവേപ്പിൻ്റെ ഇല ഫുള്ള് അതും കൂട്ടി അരയ്ക്കുക. അരച്ചിട്ട് ഇതില്ല കായപ്പൊടിയും ജീരകവും എള്ളും ഒക്കെ ഇടാം. അങ്ങനെ ഇട്ടിട്ട് അതിനുശേഷം ഇതെങ്ങനത്തെ തട്ടുകൾ ഇത് കിട്ടും. ഒരു സ്റ്റാൻഡിൽ ഉണ്ടാവും, ആ സ്റ്റാൻഡിൽ കിട്ടും. നമ്മളിപ്പോൾ ഇത്തിരി ആ തട്ടിൽ ഈ നടുവിൽ മാത്രം ഇത്തിരി എണ്ണ തേച്ച് കൊടുക്കണം. ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്താ വെച്ചാൽ അത് അടന്നു പോരാനാണ് ഈ മാവ് ഒഴിക്കുന്നതിൻ്റെ കേട്ടോ. അതൊക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്ത് ഇത് ഇത്ര എടുത്താൽ മതി. ഇങ്ങനെ എടുക്കുക, ഇതെങ്ങനെ ഒന്ന് തേക്കുക. ഇത് കുറച്ച് നിൽക്കേണ്ട പണിയാണ്, പക്ഷെ നമുക്ക് വീട്ടിലെ കുട്ടികൾക്കൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ. അല്ലേ, പപ്പടം വാങ്ങിക്കുന്നതിനെക്കാട്ടും ഈ സമയത്ത് ഉണ്ടാക്കിയാൽ നമുക്ക് വർഷത്തോളം അത് കേടുവരാതെ ഇരിക്കുകയും ചെയ്യും. ഈ വെയിലുകാലത്താണ് സാധാരണ എല്ലാവരും കൊണ്ടാട്ടവും പപ്പടവും ഒക്കെ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ അങ്ങനെ തേച്ച് വെച്ചിട്ടുണ്ടല്ലോ. ഇത് 1 മിനിറ്റേ വേണ്ടൂ. വേണ്ടോ ഇഡ്ലിച്ചെമ്പിൽ ഇത് മാതിരി ഇപ്പോൾ ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇഡ്ലിച്ചെമ്പിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിപ്പോൾ ഇങ്ങനത്തെ സ്റ്റാൻഡ് കിട്ടി. ഈ സ്റ്റാൻഡിൽ അതാ തട്ടായിട്ട് വെച്ചിരിക്കണല്ലോ. അതെടുക്കുക, ഇതൊക്കെ പുറത്ത് വയ്ക്കുക. ഇനി അടുത്ത ട്രിപ്പ് അതിൻ്റെ ഉള്ളിൽ വയ്ക്കുക. ഇതിനെ എടുത്ത് ഉണങ്ങാനിടുക. ഇതാണ് അതിൻ്റെ ഇത്. അപ്പം നമ്മൾ ചെയ്തല്ലോ. ഇതിപ്പോൾ ആ സ്റ്റാൻഡിലത്തെ കഴിഞ്ഞു. ഇതെന്ത് ഗ്യാസിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം. എന്നിട്ട് വെയിലത്ത് കൊണ്ടുപോയി ഉണങ്ങാനിടുകയും വേണം. വെയിൽ പോകുമ്പോഴേക്കും ഇപ്പൊക്കെ നല്ല വെയിലല്ലേ. ഞാനിപ്പോൾ ഇതിൻ്റെ തിരക്കിലാണ്. പപ്പടം ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് 1 വർഷത്തേക്ക് വീട്ടിലേക്കായല്ലോ. അതിൽ വെള്ളം തിളക്കിയിട്ട് അതിൽ സ്റ്റാൻഡ് ഇറക്കി വയ്ക്കുക. ഇതാ അരച്ച് വയ്ക്കുക. ഇതിപ്പോൾ എങ്ങനെയുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ ഞാൻ എടുത്തിട്ട് തട്ടിലിടും. ഇതാണ് അരിപ്പപ്പടം. ഇത് ഉണങ്ങി കിട്ടിയാൽ നമുക്ക് പപ്പടം കാച്ചുന്ന മാതിരി കുട്ടികൾക്ക് കാച്ചി കൊടുക്കാൻ പറ്റും.